ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള നോളേജ് എന്ന് പറയുന്നത് അക്വയർ ചെയ്യണമെങ്കിൽ നമ്മൾ സിക്സ്ത് സെൻസ് ആക്ടിവേറ്റ് ചെയ്യിക്കണം. നമ്മളിപ്പോൾ നോർമലി നമ്മളെ ലോകത്തിൻ്റെ കാര്യങ്ങൾ കാണുന്നതും അനുഭവിക്കുന്നതൊക്കെ എന്താ ഈ ഫൈവ് സെൻസ് ഓർഗൻസ് യൂസ് ചെയ്തിട്ടാണ്. ടേസ്റ്റ്, സ്മെല്ല്, കാഴ്ച, ടച്ച്, കേൾവി യൂസ് ചെയ്തിട്ട്. ഇതിന് അതീതമായിട്ടൊരു ഇന്ദ്രിയമുണ്ട്, അതിനെയാണ് സിക്സ്ത് സെൻസ് എന്ന് പറയുന്നത്. അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡീപ്പ് മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ നോർമലി ചെയ്യുന്ന എല്ലാ മെഡിറ്റേഷൻസ് നമ്മൾ ഫിസിക്കൽ ബോഡീനെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. പിന്നെ അത് മൈൻഡിനെ ചെയ്യും. പിന്നെയാണ് അത് സോളിലേക്ക്, ആത്മാവിലേക്ക് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അക്വയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ സിക്സ്ത് സെൻസ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? നമ്മൾ ഇൻഡ്യൂഷൻസ് ഒക്കെ ഇല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്ന സാഹചര്യങ്ങൾക്കും നമുക്ക് തന്നെ നമ്മളെ ലൈഫിനെ പറ്റിയിട്ട് വ്യക്തമായ കാഴ്ചപ്പാടുകളും വ്യക്തമായ ധാരണയുണ്ടാവും. ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ നേരിടാൻ നമുക്ക് സൊല്യൂഷൻസ് കണ്ടെത്താൻ നമുക്ക് കഴിയും. ഇൻഡ്യൂഷൻസ് എന്ന് പറയുമ്പം ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. നമുക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് നമ്മളെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടും. ആ ലെവലിൽ തുടങ്ങി നമുക്ക് എന്താ പറയുക, ഇപ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊരു ലോകം, ആ ഒരു എന്താ പറയുക, ഒരു ഹയർ ലെവലിലേക്ക്, ഈ പ്രശ്നങ്ങളൊന്നുമുള്ള സ്റ്റേജ് അല്ല. ഈ സെൻസ് ഓർഗൻസിൽ നമ്മൾ അറ്റാച്ച്ഡ് ആയിരിക്കുന്നതുകൊണ്ടാണ് സങ്കടങ്ങളും ദുഃഖങ്ങൾക്കൊക്കെ കാരണം. അപ്പോൾ അതിനതീതമായിട്ടുള്ളൊരു നോളേജ് അക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരില്ല, നമ്മൾ ഇതിലൊന്നും ഓവർ അറ്റാച്ച്ഡ് ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു ലോകവും ആ ഒരു റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സിക്സ്ത് സെൻസ് ആക്ടിവേറ്റ് ആവണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതെന്തോ വലിയ ടാസ്ക്കാണെന്നൊന്നും വിചാരിക്കാൻ പാടില്ല. ചെറിയ ചെറിയ ലൈനിൽ നമ്മൾ തോട്ട്സിനെയൊക്കെ ഫ്രീ ആക്കിയിട്ട് പറ്റുന്ന ഓരോ 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അത് വലിയ രീതിയിൽ പിന്നീട് നമുക്ക് നമ്മളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കും.